ഏ അനങ്ങാതെ കിടക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എന്റെ അസുഖമൊക്കെ പോയെന്നേ. പോവും. ഞാൻ ഡോക്ടറെ കണ്ടിട്ടാ വരുന്നത്. ഒന്നുമില്ല, പ്രഷർ കൂടിയതിന്റെയാ. വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് വൈകുന്നേരം പോവാം. മരുന്ന് വാങ്ങിച്ചോ? മരുന്ന് വാങ്ങിക്കാൻ കുഞ്ഞുണ്ണി പോയിരിക്കല്ലേ? ആ കൈയൊന്ന് നീട്ടിക്കേ. എന്താ? ആ കൈയൊന്ന് നീട്ടിക്കേ. എന്തിന്? കൈയൊന്ന് നീട്ടാൻ. ഇതല്ല, വലത്തെ കൈ. ഏതെങ്കിലും ഒരു കൈ നീട്ടിയാ പോരെ? പറ്റില്ല, എനിക്ക് വലത്തെ കൈ തന്നെ കാണണം. 10-25 കൊല്ലം മുമ്പ് ഈ കൈയിൽ ഒരു മോതിരം ഇട്ടിരുന്നു. എവിടെ? അത് രാവിലെ കുളിക്കാൻ നേരത്ത് ഊരി വെച്ചതാ, മറന്നുപോയി. മറന്നു വെച്ചത് ചന്ദ്രന് തന്നെ കിട്ടിയത് ഭാഗ്യം. ആശാൻ വന്നല്ലോ. നമസ്കാരം. നമസ്കാരം. എന്താ താമസിച്ചോ? ഏയ് അല്ല, ഭാനുവിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കണമായിരുന്നു. അതാ. അറിഞ്ഞായിരുന്നു ആശാനെ, അറിഞ്ഞായിരുന്നു. ആശാനെ ഉച്ചക്കത്തെ ഊണ് ആലക്കല ചാർട്ട് ചെയ്തിരിക്കുന്നു. അയ്യോ, ഓ ആണല്ലോ. കുഞ്ഞുഞ്ഞെ താ ഒരു കാര്യം ചെയ്യും, ഇതുകൊണ്ട് ഭാസ്കരനെ കൊടുത്ത് അത്യാവശ്യമുള്ള സാധനമൊക്കെ വാങ്ങിച്ചു. വൈകുന്നേരം ഞാൻ വന്ന് കണ്ടോളാന്ന് പറ കേട്ടാ. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് കാളിയൻ രാഘവനൊക്കെ സഹായത്തിന് വിളിച്ചോ കേട്ടാ. പോട്ടെ. നേരെ നീന്തി കയറി വീട്ടിലേക്ക് വെക്കും. പോയി പെണ്ണുമ്പിളിക്ക് കൂട്ടിരിക്കടാ. അടിനാവിക്ക് ചവിട്ടി ഞാൻ മര്യാദ തോന്നിയില്ലെങ്കിൽ. മറ്റു വള്ളക്കാരൊക്കെ 5-6 മണിക്കൂർ ഒറ്റ പിടിയാ. ഇവിടെ 1 മണിക്കൂർ ആയപ്പോഴത്തേക്ക് വിശപ്പായി, ദാഹമായി. കേട്ടല്ലോ. ഇക്കണക്കിന് പോയാൽ വള്ളം ജയിക്കാൻ പോണില്ല. അതെ, എല്ലാവരോടും കൂടാ. കുഞ്ഞുഞ്ഞേ, എവിടെ പോയി ഇവൻ? ഷൂട്ടി ഇവരെല്ലാം നിർത്തിക്കൂ. ഇരുന്നോ ബാവാ. അങ്ങോട്ട് കയറി ഇരിക്കേ. കുഞ്ഞുഞ്ഞേ, എന്താ പാനു, ഒന്നും കാലമായില്ലേ? എന്താടോ ഇങ്ങനെ നിൽക്കുന്നേ? തൊഴിച്ചിക്കാരൊക്കെ പന്തിക്കിരുന്നു. കുഞ്ഞുഞ്ഞേ, ഭാസ്കരൻ കാശ് തന്നില്ല. അപ്പോ താൻ എന്താന്നോട് പറയുന്നത്? അവര് ഒരു ചെറിയ പ്രശ്നം. എന്ത് പ്രശ്നം? ഉദ്ദേശിച്ച കാശ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? ആൾക്കാർ വെള്ളത്തിൽ കിടന്ന് കുത്തി കൊണ്ട് കുടൽ കത്തിയുള്ള വരവാ. എന്താ പ്രശ്നം? ഇവിടെ ഒന്നും വെച്ചിട്ടില്ലെന്ന്. എങ്കിൽ പിന്നെ നേരത്തെ ഇത് പറഞ്ഞു മറ്റേ പണിയായി. എന്ത് സമാധാനം? ഒഴിച്ചിക്കാരോട് ഇനി എന്ത് സമാധാനം പറയപ്പെടും? ഇവിടെ ആരും ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ചോറ് ഒരു കോപ്പും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല.
ഭാസ്കര എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. എല്ലാം എന്റെ ചെലവ്. പാവങ്ങള് കാലത്തോട്ട് തുഴഞ്ഞ് വയറും കത്തി വന്നിരിക്ക. അല്ല കൃഷ്ണൻകുട്ടി, എന്റെ കാശിനെ കഴിച്ചെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എല്ലാരും അടിച്ചു കയറി വാ. ഒന്നുമില്ലെങ്കിൽ എന്റെ കൂടെ കുറച്ചാൾ തുഴഞ്ഞ ആൾക്കാരല്ലേ? അല്ല ഭാസ്കര, എന്തായാലും നിന്റെ അളിയൻ കാണിച്ച് കുറച്ച് കടന്ന കൈയായി പോയി. ഇല ഇട്ടിട്ട് ഊണില്ല എന്ന് പറഞ്ഞ. ഓ, അളിയന്റെ വിശേഷമൊന്നും പറയാതിരിക്കാ ഭംഗി. വീടിന്റെ ആധാരം ഇവിടെ വെച്ചിട്ട് അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ മേടിച്ചോണ്ട് പോയിട്ട് നാള് കുറെ ആയി. ആ, അതും പോരാഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ക്യാപ്റ്റൻ ആയപ്പം അതേ ഈടിന്മേൽ 1 ലക്ഷം കൂടെ വേണമെന്ന് പറഞ്ഞൊരു വരവ്. ഞാൻ കൊടുക്കുവോ? ഞാനാരാ മോൻ? ദേ ഇപ്പൊ ഇന്ന് രാവിലെ 5000 വേണമെന്നും പറഞ്ഞൊരു കുറുപ്പടിയും കൊണ്ട് കുഞ്ഞു കുഞ്ഞ് ഓടിച്ചു ഞാൻ. അളിയൻ ക്യാപ്റ്റൻ ആയെന്ന് വെച്ചാൽ എനിക്കെന്നാ കാര്യം? എങ്കിൽ പിന്നെ നീ അയക്കോ. എന്തേ കൃഷ്ണൻകുട്ടി? എന്തായാലും കിഴക്കൻ ഭാഗം ചുണ്ടിന് ഒരു ക്യാപ്റ്റൻ വേണം, അല്ലെങ്കിൽ പിന്നെ കളി നടക്കില്ലല്ലോ. കാശ് ഞാൻ മുടക്കാം. കള്ള് ഭാസ്കരൻ ക്യാപ്റ്റൻ ഭാസ്കരൻ ആവട്ടെ. എന്നിട്ട് നീ തലയെക്കെട്ടും കെട്ടി ആലക്കൽ വീടിന് മുമ്പിലൂടെ ചുണ്ടിൽ കയറി പാട്ടും പാടി അങ്ങ് പോണം. വെറുതെ കൊതിപ്പിക്കല്ലേ ജോസ് കുട്ടി. ജോസ് കൊതിപ്പിച്ചാൽ തരും, ഇവർക്കെല്ലാവർക്കും സമ്മതമാണെങ്കിൽ. ഒന്ന് ഞാൻ ഉറപ്പ് പറയാം, നിങ്ങളാരും പിന്നെ പട്ടിണി എടുക്കേണ്ടി വരില്ല. നോക്കി നിൽക്കാതെ വേഗം വിളമ്പി കൊടുക്കടോ. അടിച്ച് കേറി വാടോ. അടക്കേ, കഥ അടക്കേ. ചായ ചായ ഒന്നും വേണ്ട, അടക്കി ബാനു, കഥ അടയ്ക്കാൻ. അടക്കേ. ഭാനുമ്മേ, ചന്ദ്രേട്ടനൊന്ന് കാണണോന്ന് പറഞ്ഞു. സന്ധ്യക്ക് പഠിപ്പുരയുടെ അവിടെ കാത്തു നിൽക്കണമെന്ന്. എടോ ഭാസ്കര, മനസ്സിൽ ശത്രുത തോന്നിയാൽ ഉറക്കത്തിൽ മറന്നിടണ സ്വഭാവം എനിക്കില്ല. അങ്ങനെ ഞാൻ മറക്കാത്തൊരാളാ നിന്റെ അനന്തരവൻ ആലക്കൽ ചന്ദ്രൻ. അയ്യോ, രക്തബന്ധമെന്ന് പറഞ്ഞ് രക്തം തിളയ്ക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. ഞാനായി നമ്മുടെ പാടായി, അത്രേ ഉള്ളൂ. അല്ലാതെ പിന്നെ. ഗുഡ്. എങ്കിൽ നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരും, നീ ചോദിക്കുന്നത്. പക്ഷെ പകരമൊന്നും വേണം. നിന്റെ കയ്യിലിരിക്കുന്ന ആലക്കൽ വീടിന്റെ ആധാരം. അല്ല അതിപ്പോ ജോസേ. വേണ്ട, ഇപ്പോൾ ഉടനെ നീ മറുപടി പറയണ്ട. ഇന്ന് രാത്രി മുഴുവൻ ഇരുന്ന് ആലോചിച്ചോ. നീ ചോദിക്കണ കാശും ചുണ്ടൻ വള്ളത്തിന്റെ ക്യാപ്റ്റൻ സ്ഥാനവും വേണോ, അതോ ആളിനെയും പെങ്ങളെയും വേണോ? നീ വെറുതെ ആലോചിക്ക് ഭാസ്കര. ചന്ദ്ര, അച്ഛൻ അകത്തുണ്ട്. കഥകടച്ച് ഒരേ ഇരിപ്പ, ഒന്നും കഴിച്ചിട്ടുമില്ല. നീ ചെന്നെന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കും. വേണ്ട, എന്നെ കണ്ട അച്ഛൻ കൂടുതൽ വിഷമിക്കുകയുള്ളൂ. ഇനി എൻ്റെ മുന്നിലും തോറ്റൊന്നും അച്ഛനെ തോന്നണ്ട. അമ്മ എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടാവണം. തനിച്ചിരുന്ന് വെറുതെ ഓരോന്ന് ആലോചിച്ച് ആദ്യം പിടിക്കണ്ട. അച്ഛനെ കൊടുത്തേക്ക്. അളിയോ, അളിയല്ലോടൂ ഇവിടെ. ഒന്നിട്ട് വിളിച്ചേ. കയറി അതോടെ ഉണ്ടാവല്ലോ. എന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നത്? അകത്ത് കയറി ഇരുന്ന് സൽക്കാരം സ്വീകരിക്കാൻ വന്നൊന്നുമല്ല. ഉള്ള കാര്യം പറഞ്ഞേച്ച് എനിക്ക് അങ്ങോട്ട് പോണം. എന്താ ഭാസ്കര രാവിലെ? ഇനിയിപ്പം നേരവും കാലവും ഒന്നും നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. അളിയനെ ഒന്ന് വിളിച്ചേ. കിടക്കുക. അളിയന് മനസ്സമാധാനമായിട്ട് ചുരുണ്ടുകൂടി സുഖമായിട്ട് കിടക്കാം. ബാക്കിയുള്ളവനെ കിടന്നിട്ട് കിടക്കപ്പുറതിയില്ല. കാശ് ഒന്നും രണ്ടും അല്ല, അറിയാലോ. നാള് കുറെ ആയി കൈയിരിക്കുന്ന കാശും കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ചെന്ന് പറഞ്ഞ പോലെ ഞാനിങ്ങനെ തേരാപ്പാര നടക്കുന്നു. എന്തായാലും ഇന്നൊരു തീരുമാനം ഉണ്ടാകണം. ആഹാ, അളിയൻ ഇവിടെ ഒളിച്ചു നിൽക്കുകയാണോ? കൊള്ളാം. ആ പോട്ടെ, നമ്മുടെ കാശിന്റെ കാര്യം എന്തായി? എന്താ അവധി പറയാനും ഇല്ലെന്ന് പറയാനും ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അളിയൻ മിണ്ടാത്തതെങ്കിൽ വേണ്ട. ചെവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഉള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം. അളിയോ, നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ കാശ് കിട്ടണം. ഇനിയൊരു അവധിയില്ല. അല്ലെങ്കിലേ നേരം വെളുത്താ കൊട്ടയും ചട്ടി അളിയനും പെങ്ങളും ഒക്കെ പുറത്താ. പുറത്തേക്ക് പുതിയ ആള് വരും. ഭാസ്കര, പേടിക്കണ്ട, പെങ്ങൾ വഴിയാതാരാകത്തില്ല.
ഭാനു ചേച്ചിക്കായിട്ട് ഒരു മുറി എപ്പോഴും എൻ്റെ വീട്ടിൽ കാണും. അളിയോ ദേ, ഇനി ഈ കാര്യം പറയാൻ ഞാൻ ഇങ്ങോട്ട് വരത്തില്ല. നാളെ നേരം വിളക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇടപാട് തീർത്തിരിക്കണം. വിഷമിക്കണ്ട, ഞാൻ ചന്ദ്രനെ ഒന്ന് വിളിപ്പിക്കാം. ഏ? അവൻ വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു വഴി. എങ്ങോട്ടാ കുഞ്ഞേട്ടാ? ഒന്ന് കൂടെ ചെല്ലേ. ഓ അച്ഛാനെ, അച്ഛാനെ, ആ ഒന്ന് എന്നാ അച്ഛാനെ, അച്ഛാ. അച്ഛാനെ, അച്ഛാനെ. എനിക്കറിയത്തില്ല. എവിടെയോ എന്റെ കാശ്? കാശോ? ഏത് കാശ്? ഇടോ 10-30 കുടുംബങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എന്റെ വീട് പണയം വെച്ച് കൊടുത്ത കാശാ. എന്റെ വീട് പോകാൻ പോവാ. എനിക്ക് എന്റെ കാശ് ഇപ്പൊ കിട്ടണം. അതിന് നിങ്ങൾ ഇവിടെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഇത് സർക്കാർ കാര്യമാ, വരുമ്പോ അറിയിക്കും. എന്റെ പേട്ട പഞ്ചാര 4 കിലോ ഉള്ളി 100 ജീരകം ഒന്ന് വേണ്ട. ധൃതി വെക്കാതെ പെണ്ണ, ഇപ്പൊ തരാം. കുമാര എങ്ങോട്ടാ, എന്താ പ്രശ്നം? കൃഷി ഓഫീസിൽ പടിയുണ്ടാക്കിയെന്ന് പോലീസ് പോയിട്ടുണ്ട്. എന്റെ ഈശ്വര, അകത്തുണ്ട്. എന്താ കുഞ്ഞേട്ടാ? അതെ, ഭാസ്കരൻ രാവിലെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കി. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് കൊടുക്കാനുള്ള കാശ് കൊടുത്തില്ലെങ്കിൽ വീടൊഴിയണമെന്ന് പറഞ്ഞാ പോയത്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ആശാൻ നിന്ന നിപ്പിൽ ഇറങ്ങിയതാ. അച്ഛാ, ആ, നീ എത്തിയോ? നീ വന്നിട്ട് ഇറങ്ങാനിരിക്കുകയായിരുന്നു. നാളെ വള്ളംകളിയല്ലേ? അക്കരെ ആരെങ്കിലും വെള്ളം അടിച്ചോണ്ട് നലമ്പുണ്ടാക്കിയാലോ? അതൊന്ന് പറയാന്ന് വെച്ച് വന്നതാ. ആ, എന്റെ മോനാ. വീടിന്റെ വടക്കേ മുറ്റത്ത് വലിയ ആനക്കൊട്ടില് പോലെ പന്തലിട്ട് അതിനകത്ത് ആ വള്ളം പണി. 19 ആശാരിമാര് കാണും. പണി ഉഷാറാകുമ്പോ കൊട്ടുപടിയുടെ അടി അങ്ങോട്ട് മുറുകും. പിന്നെ ചെണ്ടമേളം മാതിരി ഒരു പെരിപ്പിക്കലാ. അത് കേൾക്കുമ്പോ ഇവൻ കരച്ചിൽ തുടങ്ങും. അന്നിവൻ കൈക്കുഞ്ഞാ പീക്കിരി. ഇവൻ കരഞ്ഞാൽ എനിക്ക് സങ്കടം വരും. അപ്പൊ ഞാൻ പണി നിർത്താൻ പറയും. അങ്ങനെ ചുണ്ടൻ വള്ളത്തിന്റെ പണി 1.5 മാസം വെച്ച് താമസിപ്പിച്ചവനായ ഇവൻ ആള്. ആ ചന്ദ്ര, സാറിനും ഫാമിലിക്കും വള്ളംകളി കാണാൻ 2 VIP ടിക്കറ്റ് കൊടുക്കണം. ഒന്നിലത് ഇവിടെ കൊണ്ട് കൊടുക്കണം, അല്ലെ സുലൈമാന്റെ കടയിൽ ഏൽപ്പിക്കണം. അപ്പൊ ശരി, നാളെ വള്ളംകളിക്ക് കാണാം. വാ. വന്നപ്പോ മുതല് പരസ്പര ബന്ധമില്ലാതെ ഒരുപാട് സംസാരിക്കുക. മനസ്സിൽ എന്തൊക്കെയോ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഞങ്ങൾ കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ല. കാര്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചോളണം. കുറച്ച് ദിവസത്തേക്ക് പുറത്തോട്ടൊന്നും വിടണ്ട. പോയിക്കോളൂ.